ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കരുതി എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെ ഇനി എനിക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ മുകളിലത്തെ ഭാഗത്ത് ഇത്രയും സാധനങ്ങളുണ്ട്, പിന്നെ അടിയത്തെ ഭാഗത്ത് ഇതാണ്. അപ്പോൾ ഞാൻ കരുതി ആദ്യം തന്നെ മുകളിലത്തെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ മുകളിലത്തെ ഭാഗത്ത് ഒരുപാട് ബുക്കും പേപ്പറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ആദ്യം എടുത്ത് മാറ്റട്ടെ. അപ്പോൾ മുകളിലത്തെ ഭാഗത്തിൽ ഈ ഒരു ഭാഗം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തൂത്തി ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വേണ്ടാത്ത പേപ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതുപോലത്തെ ഒരു കവറിലാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങളും ഈ കവർക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ ക്ലീൻ ആക്കിയ ഭാഗം തോത്തി ക്ലീൻ ചെയ്യാനും കൂടി ഉണ്ടേനും. അപ്പോൾ അത് ഞാൻ കരുതി സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടുത്ത ഭാഗം ക്ലീൻ ചെയ്യാനുണ്ടാവും. അപ്പം എല്ലാം കൂടി ഒപ്പം ക്ലീൻ ചെയ്യാന്നാണ് കരുതുന്നത്. അല്ലാതെ ഒരു ഭാഗം റെഡി ആയിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്താൽ മറ്റു ഭാഗത്തേക്ക് പൊടിയും കാര്യങ്ങളൊക്കെ പോകും കരുതിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വേണ്ടാത്ത പേപ്പറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കവറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടിയത്തെ ഭാഗം ക്ലീൻ ചെയ്തിട്ട് ഞാനിങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ അടിയത്തെ ഒരു ഭാഗം കൂടി ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഇതാ അതുപോലെ ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലും കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാണ്ട് കേട്ടോ. അപ്പോൾ മുകളിലത്തെ സാധനമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഭാഗം ഇനി ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ റെഡി ആക്കിയിട്ട് വെച്ച് കൊടുത്തു. അങ്ങനെ മുകളിലത്തെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ സാധനങ്ങളൊക്കെ പിന്നെ റെഡി ആക്കിയിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ മുകളിലത്തെ ഭാഗം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിയത്തെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ ഏകദേശം നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി ടേബിൾ ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ നിലത്ത് കൂടെ ചാടിയിട്ടുണ്ടേനും. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ അടിച്ചു വാരിയിട്ട് ക്ലീൻ ആക്കി എടുത്തു. അപ്പോൾ അങ്ങനെ സ്റ്റഡി ടേബിളൊക്കെ ക്ലീൻ ആക്കി എടുത്തപ്പോൾ തന്നെ ഏകദേശം ഞാൻ നല്ലോണം കുഴങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇനി ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ട് കാണിക്കാട്ടോ. അപ്പം ഞാൻ അങ്ങനെ കുളിച്ച് ഫ്രഷായൊക്കെ വന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിക്ക് പോയപ്പോൾ ഇമ്മ ഉച്ചക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചിക്കൻക്ക് മസാല കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ കരുതി ഒരു ജേർണലിങ് ചെയ്താലോ എന്ന്. അപ്പോൾ ഈ ഒരു ഡയറിയിലാണ് ഞാൻ ജേർണലിങ് ചെയ്യുന്നത്. പക്ഷേ ഈ ജേർണലിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ ഈ ജേർണലിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ കട്ട് ചെയ്ത പേപ്പറിൽ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാം. അപ്പം ഞാനൊരു ഹൈലൈറ്റർ എടുത്തിട്ട് ആ ഒരു പേപ്പറിൽ ഇങ്ങനെ ലൈൻസ് ആയിട്ട് വരച്ചു കൊടുത്തു കേട്ടോ. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇതുപോലെ ലൈൻസ് ആക്കിയിട്ടാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഫുള്ള് ചെയ്തിട്ട് കാണിക്കാട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് ഡിസൈൻ കൂടി ചെയ്യാണ്ട് കേട്ടോ. അപ്പം ഞാനൊരു കളർ എടുത്തിട്ട് ആ ഒരു ലൈൻസിൻ്റെ അടിയിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ ഹാർട്ട് ഷേപ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനി ഈ പേപ്പർ ഒന്നിങ്ങനെ പീസാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഇങ്ങനെ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതാട്ടോ ഇതുപോലെയാണ്. ഇനി ഞാൻ ചെയ്യുന്ന ഡയറിയിൽ ഞാനിത് ഒരു സൈഡിലായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ കേട്ടോ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഈ ഒരു സ്റ്റിക്കറാണ് അവിടെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കരുതിയിട്ടുള്ളത്. അപ്പം ഞാനൊരു ആ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിൽ കുറച്ച് എഴുതാനും കൂടി ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ജേർണലിങ് എന്നിട്ട് പിന്നെ കുറച്ചൊക്കെ എഴുതി കൊടുത്തൊക്കെ ചെയ്തു. വേറെ ഡിസൈനൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ സിമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ ജേർണലിൽ എഴുതിയിട്ട് പിന്നെ അതിൽ കുറച്ച് സിമ്പിൾ ജേർണൽ അങ്ങനെ കുറച്ച് എസ്തെറ്റിക് അങ്ങനെയൊക്കെ ആയിട്ട് എഴുതി കൊടുത്തു. എനിക്ക് ഈ ജേർണലിൽ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ജേർണലാണ് കേട്ടോ. അടിപൊളിയാണ്. എന്നിട്ട് പിന്നെ എനിക്ക് ട്യൂഷൻ്റെ അതൊക്കെ കുറച്ച് എഴുതാണ്ടേനും. അപ്പോൾ അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് എഴുതാണ്ടേനും. അതൊക്കെ എഴുതി. എന്നിട്ട് ഇപ്പോൾ ഉച്ച ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ച ആയപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ച ചോറും സാമ്പാറും ചിക്കൻ വരട്ടിയതും ഉണ്ടേനും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി എന്നിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടാട്ടോ. നിങ്ങളെല്ലാവരും പോയി കാണണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈവനിങ് ആയ പഴംപൊരി ഉണ്ടാക്കാന്ന് കരുതി 2 നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബൗൾ എടുത്തിട്ട് അതിക്ക് മൈദപ്പൊടി അപ്പസോഡ ഉപ്പ് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്തു. എന്നിട്ട് പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ പഴംപൊരി മാവിലേക്ക് പിന്നെ ശർക്കര ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുത്തു. അപ്പോൾ പഴംപൊരി ഇനി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.
കേട്ടോ. അപ്പം നല്ല പഴംപൊരിയും നല്ല പാൽ ചായയും ഉണ്ട്. അപ്പം ഇനി പഴംപൊരി ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ പഴംപൊരി കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേനും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും വന്നിട്ട് പുറത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എമ്മിൻ താത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തിരുന്നപ്പം ചെറുതായിട്ട് മയക്കാരൊക്കെ മൂടിയിട്ടുണ്ട്, ചെറുതായിട്ട് ഇടിയൊക്കെ പൊട്ടണുണ്ടേനു കേട്ടോ. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.